ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കാറ്ററിംഗ് വർക്കാണ്. നമുക്ക് ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചോറ്, ബീഫ്, പരിപ്പ്, പപ്പടം, സാലഡ്, അങ്ങനെ. അപ്പോൾ ഇന്നതാണ് വിശേഷം. നമുക്ക് നേരത്തെ പന്തലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കാറ്ററിംഗ് സർവീസ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പരിപാടി ആ പന്തലിൻ്റെ വർക്കൊക്കെ നമ്മളങ്ങ് വിട്ട് കാറ്ററിംഗ് പരിപാടി നമ്മൾ സൈഡായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും വാപ്പയും കൂടാണ് അതൊക്കെ നോക്കുന്നത്. പിന്നെ അതാണ് വർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇടാം, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ ചെയ്യണേ. പുതിയ പുറയിൽ തുണി എടുക്കുന്നുണ്ട്, ഇക്കാടെ തുണിയാണ് കഴുകാൻ തന്നെയാണ്, പക്ഷെ ഇത്തരം കഴുകില്ല, മടി എന്ത് ചെയ്യാനും ഭയങ്കര മടിയായിപ്പോയി. അപ്പോൾ ഇന്നതാണ് വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ പറയാൻ. ബൈ. അങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വെളിയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വാപ്പ ഇവിടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്യാസിലല്ല, അടുപ്പിലാണ് കേട്ടോ. വെളിയിൽ അടുപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ പരിപാടി സൈഡ് വഴി നടക്കുന്നുണ്ട്, കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ചോറല്ല, ഇറച്ചിക്കറിയാണ് ആദ്യം വെക്കുന്നത്, ബീഫ് കറി. അങ്ങനെ ബീഫെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ഉമ്മയുടെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നത്, അവർ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാം എന്നും പറഞ്ഞ് എന്നത്. അപ്പോൾ അവർ നല്ല ബിസി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുഞ്ഞിനെ എന്തായാലും ആശമ്പള്ളി വിടണം, പിന്നെ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അങ്ങനെ ഐസൂനെ ആശമ്പള്ളി വീട്ടിട്ട് വന്നപ്പോൾ എല്ലാം മസാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെല്ലാം വെക്കുന്നുണ്ടാണ്. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾ എൻ്റെ വാപ്പി. മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇദ്ദേഹത്തെ. ഇപ്പം നല്ല പുക കയറുന്നുണ്ട്. എവിടം വരെയായി വാപ്പി പരിപാടിയൊക്കെ? തുടങ്ങിയതേ ഉള്ളൂ. കറി ഇങ്ങനെ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുന്നു. അതെ, ഇറച്ചി വെന്ത് കഴിഞ്ഞാണ് അടുത്ത പരിപാടി തുടങ്ങുന്നത്. ഇപ്പം ആദ്യത്തെ നെയ്ച്ചോറിൻ്റെ ഇറച്ചിയുടെ ആദ്യത്തെ പടിയാണ് ഇറച്ചി വേവിക്കൽ. അതിൻ്റെ ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇനി ഇതെല്ലാം കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറിനുള്ള പരിപാടി വേണം. അങ്ങനെ ചെമ്പൊക്കെ വെച്ച് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരിയിടാം. ഇവിടെ ബീഫും ഉമ്മി ഇവിടെ പരിപ്പ് കറി വെക്കണം. അങ്ങനെ ഉമ്മയായിട്ട് കുശലം പറഞ്ഞിരുന്ന സമയത്താണ് ഉമ്മേനോട് ചോദിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ, എന്നാൽ ഞാനൊരു പണി തരാം. അങ്ങനെ അത് എനിക്ക് മല്ലിയിലേക്ക് വൃത്തിയാക്കാൻ തന്നിട്ടുണ്ട്. അത് നല്ലത് നോക്കി എടുക്കാൻ പറഞ്ഞു. നമ്മൾ നല്ലത് നോക്കിയേ എടുക്കത്തുള്ളൂ. അങ്ങനെ അതെല്ലാം കുറേ സമയം നോക്കിയിരുന്ന് എല്ലാം എടുത്ത് വൃത്തിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി കൊടുത്ത് അതും കറിക്കകത്തിടണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ പാത്രം എല്ലാം കഴുകി വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി. കാരണം നമുക്ക് വീഡിയോ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. ചോറിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം സമയം അത്രയ്ക്കില്ലായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഫുഡ് കൊടുക്കണം, അപ്പോൾ അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വീഡിയോ. അടുത്ത എന്തോ അമ്മി പരിപാടി? അപ്പോൾ ഇനി അടുത്ത എന്താ നോക്കട്ടെ. അടുത്ത ഇനി ഒന്നുമില്ല, നമ്മൾ ഫുഡെല്ലാം കയറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.